ഇനി നമുക്ക് വെണ്ടയ്ക്ക വെച്ചിട്ട് വളരെ പെട്ടെന്ന് വളരെ ഈസി ആയിട്ടൊരു കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടിട്ട് വന്നാലോ. അതിനു മുമ്പായിട്ട് നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ കാണിക്കും, അതിൽ ബെല്ലോൾ പ്രസ് ചെയ്താൽ മാത്രമാണ് കേട്ടോ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 3 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ഒരു 3-4-5 അല്ലി വെളുത്തുള്ളിയും ചുവന്നുള്ളിയും നീളത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടൊരു ബ്രൗൺ ഷെയ്ഡായി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് നല്ല എരിവുള്ള പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊരു നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എരിവ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതിങ്ങനെ മൂടി വയ്ക്കുന്നില്ല, ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തുകൊണ്ടിരിക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കാവുന്നതാണ്. വെണ്ടയ്ക്ക നമ്മൾ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതുപോലെ ഇനി നമ്മൾക്കിതിലേക്ക് നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് പെട്ടെന്നൊന്ന് വാടി കിട്ടാനായിട്ട് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് വാടി കിട്ടണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ്. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു ചെറിയൊരു മിക്സിയുടെ ജാറെടുക്കാം. അതിലേക്ക് കുറച്ച് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് കൊടുക്കാം. ഒരു കൈപ്പിടി അളവിലുള്ള തേങ്ങയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് കുറച്ച് ജീരകവും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് മാത്രം മുളക് പൊടി, കാരണം നമ്മളവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് നമുക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റായിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ടയ്ക്ക ഇതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കാവുന്നതാണ്. വെണ്ടയ്ക്ക നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമ്മൾ അരച്ചെടുത്തിട്ടുള്ള തേങ്ങയൊക്കെ കൂടി അരച്ചെടുത്തിട്ടില്ലേ, ആ പേസ്റ്റ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു കറി കുറച്ച് തിക്കായിട്ടിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി നമ്മുടെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഉടയാത്ത രീതിയിൽ വേണം ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. മൂടി വയ്ക്കണതിന് മുമ്പായിട്ട് ഞാനിതിലേക്ക് കുറച്ചും കൂടി നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വേണമെങ്കിൽ ഇത് ഒന്ന് കഴിച്ച് നോക്കിയിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. കാരണം നമ്മൾ നേരത്തെ വെണ്ടയ്ക്ക ചേർത്ത് കൊടുത്തപ്പോൾ ആ ഒരു സമയത്താണ് ഉപ്പിട്ട് കൊടുത്തോളൂ. അതിനുശേഷം നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതിയാവും കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു മിനിറ്റ്
ഒരു 5 സെക്കൻഡ് മതിയാവും കേട്ടോ. നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് മതിയാവും. ഇപ്പം നന്നായിട്ട് തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ ഒരു കറി വേണമെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കിയിട്ട് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കടുകൊക്കെ പൊട്ടിച്ച് ഒരു വറ്റൽമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ആയാലും ഈ കറി നല്ലൊരു ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം കേട്ടോ. അതുവരയ്ക്കും ബൈ. താങ്ക് യു.